നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. കരിങ്കോളി ഞാൻ നിങ്ങളോട് മുന്നേ സൂചിപ്പിച്ചിരുന്നല്ലോ. കരിങ്കോളി എന്ന പാമ്പിനെക്കുറിച്ച് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വിശദമായ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കുമെന്ന്. കേരളത്തിലെ വനാന്തരങ്ങളിൽ, പ്രത്യേകിച്ച് വയനാട്, ഇടുക്കി പോലെയുള്ള ജില്ലകളിൽ പണ്ടുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു പാമ്പായിരുന്നു കരിങ്കോളി. ഡോക്ടർ KG അടിയോടിയുടെ കേരളത്തിലെ വിഷപ്പാമ്പുകൾ എന്ന പുസ്തകത്തിൽ ഒരു പ്രശ്നസർപ്പം എന്ന തലക്കെട്ടിൽ കരിങ്കോളിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തൻ്റെ വനസ്മരണകൾ എന്ന പുസ്തകത്തിൽ പരമേശ്വരൻ സാറും ചെറുന്തുരുണിയിലെ കോഴിപ്പൂവൻ എന്ന അധ്യായത്തിൽ 16 അടി നീളവും 14 ഇഞ്ച് വണ്ണവുമുള്ള കരിങ്കോളിയെയും ഇണയെയും കൊന്നു കണ്ടതായി പറയുന്നുണ്ട്. കൊന്നു കണ്ടുവെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നല്ലൊരു ശിക്കാരിയുടെ കയ്യൊപ്പ് എന്ന് വേണം പറയാൻ. പിന്നെയൊന്ന് പറഞ്ഞു കേൾക്കുന്നത് കോട്ടയം ജില്ലയിലെ പ്ലാനശാൽ വെച്ച് ചവറയച്ചനും കരിങ്കോളിയുമായി ഏറ്റുമുട്ടി എന്നാണ്. എന്നാൽ അദ്ദേഹം പാമ്പിനെ ശാസിച്ച് പറഞ്ഞയച്ചു എന്നും പറയുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്ത് മറ്റൊരു രാജ്യത്തും ഇതിനെക്കുറിച്ച് ആരും തന്നെ പറഞ്ഞു കേട്ടിട്ടില്ല. കാരണം മഞ്ഞക്കോളി, കരിങ്കോളി, കരിവെതല, കരിവെടല എന്നിങ്ങനെ പല പേരുകളിലും ഇവയെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. 1958 മുമ്പാണ് ഇവയെ കണ്ടതായി പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞാലും ഇതിനെ നേരിൽ കാണുന്ന കാര്യം സങ്കല്പിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. ഞാൻ പറയട്ടെ, ജോലിയുടെ ഭാഗമായി ഞാൻ ഇന്ത്യക്ക് വെളിയിൽ അനവധി രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. പല നാഷണാലിറ്റിയിലുള്ളവരുമായിട്ട് സംസാരിച്ചിട്ടുമുണ്ട്, അവരോടൊപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കെ. അങ്ങനെയിരിക്കെ കരിങ്കോഴി അല്ലെങ്കിൽ കരിഞ്ചാത്തൻ, കരിവെടല എന്നീ പാമ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ പാമ്പ് ഞങ്ങളുടെ ചർച്ചയിൽ ഒരു സംസാര വിഷയമായി മാറിയിട്ടുമുണ്ട്. എന്നിരുന്നാൽ തന്നെ അവർക്കൊന്നും തന്നെ നമ്മുടെ കഥാനായകനെക്കുറിച്ച് ഒരറിവുമില്ല എന്ന് വേണം പറയാൻ. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്. ആ സംഭവം നടക്കുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ കട്ടപ്പന ഭാഗത്താണ്, കുന്തളംപാറ എന്ന് പറയുന്ന സ്ഥലത്ത്. കട്ടപ്പനയിൽ നിന്നും പാറക്കടവ് ഭാഗത്ത് അല്പം ഉയരം കൂടിയ ഒരു പ്രദേശമാണ് കുന്തളംപാറ. പേര് പോലെ തന്നെ കുറേയധികം പാറക്കെട്ടുകളുള്ള സ്ഥലമാണ് കുന്തളംപാറ. അവിടെ കൈതമുണ്ടിയിൽ തങ്കച്ചൻ എന്നൊരാൾ തൻ്റെ കൃഷിയിടത്തിൽ കാപ്പിക്കുരു പറിച്ചുകൊണ്ടിരിക്കവേ 5 തലയുള്ള പാമ്പിനെ കണ്ടതായി പറയുന്നുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ മകൻ സുരേഷിൽ നിന്നുമാണ് എനിക്കതിനെ കുറിച്ച് അറിയാൻ സാധിച്ചത്. പാമ്പിനെ കണ്ട ശേഷം അയാൾ സ്വജീവൻ രക്ഷിച്ച് ഓടി മറ്റൊരു വീട്ടിൽ ചെല്ലുകയായിരുന്നു എന്നും പറയുന്നു. അതുപോലെ തന്നെ പ്ലാന്തോട്ടത്തിൽ കുര്യൻ ചേട്ടൻ എന്ന് പറയുന്ന മരിയാപുരത്ത് പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അളിയൻ കോരയും ഒരു നായാട്ടിന് പോയപ്പോൾ മരത്തിൻ്റെ മുകളിൽ ഉയരമുള്ള ഒരു കവിളിൽ തലയ്ക്ക് ചുവന്ന നിറത്തിലുള്ള ഒരു പാമ്പിനെ കണ്ടതായി പറയുന്നുണ്ട് 1992. എന്നാൽ അവരതിനെ ഒന്നും ചെയ്തില്ല എന്നാണ് പറയുന്നത്. കാരണം നാടൻ തോക്കുകൊണ്ട് അതിനെ നേരിടുക എന്നത് പ്രായോഗികമല്ല. അഥവാ നേരിട്ടു എന്ന് തന്നെ കരുതട്ടെ, അതിൻ്റെ ഇണ അടുത്ത് ഉണ്ടെങ്കിൽ മരണം ഉറപ്പാണ്. അളിയൻ കോരയും പ്ലാന്തോട്ടത്തിലെ അച്ചായനും സ്വന്തം ജീവൻ രക്ഷിച്ച് എങ്ങനെയോ ഓടി മരിയാപുരത്തെത്തി എന്നും പറയുന്നുണ്ട്. എന്നാൽ ഇന്നും കരിങ്കോളി അല്ലെങ്കിൽ കരിവെടല എന്ന് പറയുന്ന ഈ പാമ്പ്, കരിവെടല, മഞ്ഞക്കോളി എന്നിങ്ങനെ അനവധി പേരുകളിൽ ജില്ലയിലും ജില്ലയ്ക്ക് പുറത്തും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതിനെ അറിയപ്പെടുന്നു. എന്നാൽ പ്രശസ്തമായ പേര് കരിങ്കോളി എന്ന് തന്നെയാണ്. ഈ ഭീകര സ്വത്വം അല്ലെങ്കിൽ ഈ ഭീകര സർപ്പം ഇന്നും ഒരു ചോദ്യചിഹ്നമായിട്ടാണ് നമ്മൾ ഓരോരുത്തരുടെയും മുമ്പിലുള്ളത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്, വ്യൂവേഴ്സും വളരെ കുറവാണ്. ഈ വീഡിയോ കാണുന്നവർ മാക്സിമം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മാക്സിമം വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക.